അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാനെ ദുർബലമാക്കിക്കൊണ്ട് തകർക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇറാനെ തകർത്താൽ മറ്റ് രാജ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ അവരുടെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും പാലസ്തീനെ തകർക്കാനുള്ള ഇസ്രായേലിന്റെ എല്ലാ പദ്ധതികളും അവസാനിച്ചതോടെ ഇനി ഏത് രാജ്യത്തെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നുള്ള ചോദ്യം പ്രസിദ്ധമാവുകയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇറാനിലേക്കാണ് ഇപ്പോൾ. എന്നാൽ ഇറാനെ തകർക്കാൻ ഒരിക്കലും ഇസ്രായേലിന് സാധിക്കില്ല. അത് അമേരിക്കനെ കൂട്ടുനിർത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിലും ഒരിക്കലും സാധിക്കില്ല. കാരണം ഇറാൻ എന്നത് ഇപ്പോൾ ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ വലിയ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ സൈന്യ ബലവുമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കാൻ ഒരിക്കലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ഗാസയ്ക്കെതിരെ എടുത്തപ്പോഴും ഇറാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നടപ്പാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കാൻ അമേരിക്ക തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇറാൻ ദുർബലമാണെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവർത്തിച്ചുള്ള വാദങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രായേലിനെതിരെ മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പുകൾ. ഇറാന്റെ മുതിർന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറായ അലി ഫദാവിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ശരിയായ സമയത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായി പ്രഥമ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏപ്രിൽ മുതൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ മുമ്പ് ഇസ്രായേലിനെ മിസൈൽ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ പ്രതിരോധ ശക്തി ദുർബലപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ട് ഒക്ടോബർ 26-ന് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ അമേരിക്കയും വാനോളം പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളെ വിജയകരമായി അതിജീവിച്ചുകൊണ്ടാണ് ഫദവി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ദുഷ്ടന്മാർ നമുക്കെതിരെ യുദ്ധം ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ലെന്നും നമ്മെ നേരിടാൻ മറുവശത്ത് ആരാണ് നിൽക്കുന്നത്, മഹാനായ സാത്താൻ അമേരിക്ക എന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. അമേരിക്കൻ ഐക്യനാടുകളെ ഗ്രേറ്റ് സാത്താൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് 1979 നവംബർ 5-ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ അയത്തുള്ള ഖമേനി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും അതിന്റെ ആണവ വികാസം പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച നടത്തി ഒരു ദിവസത്തിന് ശേഷമാണ് അലി ഫദവിയുടെ പ്രസ്താവന പുറത്തു വന്നത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രായേൽ ഇറാന് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ നമുക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നതിൽ എനിക്ക് സംശയമില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വശത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തുകയും മറുവശത്ത് ഇറാന്റെ അഭിപ്രായങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇറാനുമായുള്ള ഒരു കരാറിന് ട്രംപ് നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇറാന്റെ ആണവായുധ മേഖലയ്ക്ക് മേൽ ആദ്യ ഭരണകാലത്ത് കൊണ്ടുവന്ന സമ്മർദ്ദം വീണ്ടും കൊണ്ടുവരുവാൻ ട്രംപ് ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി. 2024 ഏപ്രിൽ 13-ന് നടന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1 എന്ന ഇറാന്റെ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 300-ലധികം മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടുകയും ചെയ്തു. ദമാസ്കസിൽ 2 ഇറാനിയൻ ജനറൽമാർ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിരുന്നു ഇറാന്റെ ഈ നടപടി. 2024 ഒക്ടോബർ 1-നാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 നടന്നത്. മുൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള ഇറാനുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കളെ വധിച്ചതിന് പകരമായി ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഏകദേശം 200 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഈ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് ഇറാന് ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയുമെന്ന് സുപ്രീം നേതാവ് അലി ഖമേനി മറുപടി നൽകുകയും ചെയ്തത്. അതേസമയം രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇറാനെ ഒരിക്കലും തളർത്തില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുകയും ചെയ്തു. ഇറാന്റെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണ്. സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും വഴങ്ങി ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ലെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അരാക്ചി പറയുകയും ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ഒന്നുകിൽ ഒരു കരാറിലെത്തുക അല്ലെങ്കിൽ കടുത്ത ആക്രമണങ്ങൾക്ക് നേരിടുക എന്ന ട്രംപിന്റെ നിർദ്ദേശത്തോടുള്ള ഇറാന്റെ മറുപടിയാണ് വിദേശകാര്യ മന്ത്രിയുടെ ഈ വാക്കുകൾ. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദവും പ്രമേയങ്ങളും കൊണ്ടുവരുവാൻ ശത്രുക്കൾ ശ്രമിച്ചെങ്കിൽ അതിലൊന്നും ഇറാൻ പതറില്ലെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എണ്ണ കയറ്റുമതി 0-ലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമേലുള്ള പരമാവധി സമ്മർദ്ദതയും വീണ്ടും കൊണ്ടുവരുന്ന ഈ നിർദ്ദേശത്തിൽ ട്രംപ് ഈ മാസം ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഒപ്പുവെച്ചതിനു ശേഷം പക്ഷേ ആക്രമണത്തെക്കാൾ ഇറാനുമായി ഒരു കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് ട്രംപ് പറയുകയും ചെയ്തു. എന്നാൽ ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്താനുള്ള ഒരു താല്പര്യവും അലി ഖമേനി കാണിക്കുകയും ചെയ്യുന്നില്ല. കൂടാതെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ഉഭയകക്ഷി സന്ദർശനത്തിനായി ഇറാൻ സന്ദർശിക്കുമെന്ന് അരാക്ചി പറയുകയും ചെയ്തു.
പ്രാദേശികമായി സംഘർഷങ്ങൾ ഒരു പ്രധാന മധ്യസ്ഥനായ ഖത്തർ ഇറാനും അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അതിനിടയിൽ യുദ്ധക്കളത്തിൽ കൂടുതൽ സുരക്ഷിതത്വവും കാര്യക്ഷമവുമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനായി 2 തരം നൂതന തന്ത്രപരമായ ആശയവിനിമയ വാഹനങ്ങളെ സേനയ്ക്കായി ഇറാൻ സംയോജിപ്പിച്ചതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. IRGCയുടെ സൈനിക ശേഷിയിൽ വളർച്ച അടയാളപ്പെടുത്തുന്ന ഈ വികസനം കോപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൽ സലാമിയുടെ സാന്നിധ്യത്തിൽ ഫെബ്രുവരി 17 നടക്കുന്നത്.